ദൈവമായ കർത്താവേ, അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാൻ അടിയൻ ആഗ്രഹിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വേദഭാഗം. ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇവിടെ വിശകലനം ചെയ്യുന്നു. ശത്രുക്കൾ നിങ്ങളെ വെറുക്കുന്നു, ശപിക്കുന്നു, നിങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നു, എങ്കിലും നിങ്ങൾ അവരെ സ്നേഹിക്കണം. യേശു പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിന്നെ ഒരു ചകിട്ടത്തടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്കും ചെയ്യും. നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ശത്രുക്കളോട് എത്ര വട്ടം ക്ഷമിക്കണമെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ 70 വട്ടം ക്ഷമിക്കണം. യേശു പറഞ്ഞ പ്രകാരം കണക്ക് കൂട്ടിയാൽ അത് അനന്തമായ ഒരു സംഖ്യയാണെന്ന് കാണാം. എൻ്റെ കണക്കിൻ പ്രകാരം 70 വട്ടം എന്നത് 34,300 പ്രാവശ്യം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നതിന് ഒരു കണക്കില്ല എന്നാണ്. സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ലോകത്തിലേക്ക് വന്ന യേശു കുരിശിൽ സ്വന്തം ജീവൻ നൽകിയത് വഴി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക കാട്ടിത്തന്നു. വേദപുസ്തകത്തിൽ സ്നേഹം എന്ന പദം 567 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ നല്ല വിവരണം നൽകുന്നു. സ്നേഹം അവശത അനുഭവിക്കുന്നവരെ മനസ്സിലാക്കുന്നതിലൂടെ വെളിവാക്കണം. യേശു നല്ല ശമര്യക്കാരൻ്റെ ഉപമയിലൂടെ ഇത് വെളിവാക്കുന്നു. സ്നേഹത്തെ സൂചിപ്പിക്കുന്ന അഗാപ്പെ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ആഴം വളരെ വലുതാണ്. വ്യവസ്ഥ കൂടാതെയുള്ള സ്നേഹമാണ് നാം നൽകേണ്ടത്. യേശു പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കും, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുക. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 25-ഉം 35-ന്റെ 5-ഉം പഠിക്കുമ്പോഴേ വാഗ്ദത്ത നാട്ടിൽ നിന്ന് പലായനം ചെയ്യുവാൻ അനുമതി ലഭിച്ച യാക്കോബിനെ വിശുദ്ധ സ്ഥലമായ യാക്കോബിലേക്ക് കൊണ്ടുവരുന്നു. യാക്കോബ് ബഥേലിൽ ദൈവത്തെ ആരാധിക്കാമെന്നും ആ സ്ഥലം പുണ്യസ്ഥലമായി സംരക്ഷിക്കാമെന്നും ക്ഷേമത്തോടെ മടങ്ങി വന്നാൽ ദശാംശം നൽകാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നതായി ഈ ഭാഗത്ത് കാണാം. 1 ശമൂവേൽ 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇശായിയുടെ 8-ാമത്തെ പുത്രനായ ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുന്ന സംഭവമാണ് വിവരിക്കുന്നത്. 1 തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗം ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹ പ്രാർത്ഥനയെക്കുറിച്ച് തിമോഥെയോസിനെ പ്രബോധിപ്പിക്കുന്നതെ കാണാം. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? 1, രാജാക്കന്മാർ, ഭരണാധികാരികൾ എന്നിവർക്ക് വേണ്ടി. 2, മനുഷ്യൻ്റെ ദൈവത്തോടുള്ള യാചന. 3, സകല ജനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. 4, മധ്യസ്ഥ പ്രാർത്ഥന. 5,
പരസ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും പാലിക്കേണ്ട കാര്യങ്ങൾ എപ്രകാരമെന്ന് പഠിപ്പിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 4:7, 5:6 പഠിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതിനില്ല. നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളോട് അനുതാപഹൃദയത്തോടെ ദൈവത്തിന് കീഴടങ്ങുകയും തൊഴിലാളിക്ക് അർഹമായ കൂലി കൊടുക്കാതെ സ്വത്ത് സ്വരൂപിക്കുന്ന ധനവാന്മാർക്ക് ദുരിതങ്ങളും ശിക്ഷാവിധികളും വരും. മഹാഭാരതത്തിലെ ഇപ്രകാരം ഒരു കഥ ഉണ്ട്. പ്രസിദ്ധനായ ശിബി രാജാവിൻ്റെ മടിയിൽ ഒരു മാടപ്രാവ് വന്നിരുന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. തൊട്ടു പിന്നാലെ പറന്നു വന്ന പരുന്ത് തൻ്റെ ഭക്ഷണത്തിന് വിഘ്നം വരുത്തരുതെന്നും പ്രാവിനെ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടു. പകരം നല്ല ഭക്ഷണം നൽകാമെന്ന് രാജാവ് പറഞ്ഞുവെങ്കിലും അത് അംഗീകരിക്കാതെ പരുന്ത് തന്നെ ഒരു പരിഹാരം നിർദ്ദേശിച്ചു. പ്രാവിന് പകരം അങ്ങയുടെ വലത്തെ തുടയിൽ നിന്നും തുല്യ മാംസം അറുത്ത് നൽകുക. രാജാവ് നിർദ്ദേശം അംഗീകരിച്ചു. എന്നാൽ എത്ര മാംസം അറുത്ത് എടുത്ത് തട്ടത്തിലിട്ടിട്ടും പ്രാവിന് തൂക്കം കൂടുതൽ കാണിക്കുന്നു. ഒടുവിൽ ശിബി രാജാവ് തന്നെ ത്രാസിൽ കയറിയിരുന്നു. പ്രാവ് അഗ്നിദേവനും പരുന്ത് ഇന്ദ്രൻ എന്ന ദേവനുമായിരുന്നു. പ്രാവിന് വേണ്ടി തൻ്റെ ജീവനെ പോലും ഉപേക്ഷിക്കുക എന്ന മഹാത്യാഗം ചെയ്ത ശിബി രാജാവിന് എല്ലാ നന്മകളും വന്ന് അനുഭവിക്കുമെന്ന് പറഞ്ഞ് അഗ്നിദേവൻ രാജാവിനെ അനുഗ്രഹിച്ചു. യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് ഈ കഥയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.